ശ്രീ ബേസിൽ പാറേക്കുടി, നീറ്റുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു വളരെ സമാധാനപരമായി നീങ്ങിയ ഒരു പ്രതിഷേധം, അതിനെ തച്ചുടയ്ക്കുന്ന സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. നോക്കൂ, അവിടെ ഈ പോലീസിന് നേർക്കുണ്ടായ കല്ലേറിലൊക്കെ എത്ര പേർക്കാണ് പരിക്കേറ്റത്? ഏതാണ്ട് 50ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു ട്രക്ക് നിറയെ കല്ലുകളുമായി എത്തിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിലേക്ക് തന്നെ വരികയാണ്. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കി, രാജ്യതലസ്ഥാനത്ത് വലിയ കുഴപ്പങ്ങളുണ്ടാക്കി, ഭാരതത്തിൽ എന്തോ വളരെ മോശകരമായ ചില സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നു പോകുന്നു എന്ന് അന്തർദേശീയ തലത്തിലടക്കം ആ ഒരു ഇമേജ് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഉണ്ടായത്. ആദ്യമേ, അതായത് ഈ പറയുന്ന സമരത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന ട്രക്ക് നിറയെ കല്ലുകളുമായിട്ടാണ് സമരം. ഞാനതിൻ്റെ വിഷ്വലെല്ലാം ഞാൻ കണ്ടതാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ആ ട്രക്ക് ഈ പറയുന്ന സമരത്തിന് വേണ്ടിയിട്ട് കല്ലുകൾ കൊണ്ടുവന്ന ട്രക്കാണ് എങ്കിൽ ആ ട്രക്ക് കസ്റ്റഡിയിലെടുത്ത് ട്രക്കിൻ്റെ നിയമപരമായിട്ട് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ആ ട്രക്കിന് ഡ്രൈവറെ ഉൾപ്പെടെ എടുക്കാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും കണ്ടത് സമരം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ ഇടയ്ക്ക് പോലീസ് തല്ലി ഓടിക്കുമ്പോൾ, ലാത്തി വീശുമ്പോൾ, കുട്ടികൾ ഓടുമ്പോൾ അവിടെ ഓട്ടോറിക്ഷകൾ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വേറെ പല വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വണ്ടികളൊക്കെ ഈ സമരക്കാർ കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ ഈ അടിച്ച് ഓടുന്ന വഴികളിലൊക്കെ വണ്ടിയുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ വഴികളിലൊക്കെ വണ്ടികളുണ്ട്. ഈ വണ്ടികളൊക്കെ സമരക്കാർ കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൽ വണ്ടികളൊക്കെ സമരക്കാർ കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവിടെ ഏതെങ്കിലും JCB കിടപ്പുണ്ടെങ്കിൽ ആ JCB പാർലമെൻറ്റ് പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അങ്ങനെ പറയുന്നതല്ല ശരി. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൗണ്ടർ ചെയ്യല്ല ഇതിന് വേണ്ടത് ഈ ഇഷ്യൂ ഇപ്പോൾ അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ മനുഷ്യ വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവരാജ് അവിടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയണ്ടേ. അതുപോലെ തന്നെ സ്ട്രക്ചറൽ റീവാമ്പിങ് എന്നൊക്കെ പറയണ്ടേ. എന്ത് സ്ട്രക്ചറൽ റീവാമ്പിങ് നടന്നു? ആ മരിച്ച ജീവൻ നഷ്ടപ്പെട്ട കേരളത്തിലെ ഇന്ത്യയിലെ എത്ര യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ മാറ്ററിനെ പ്രതി. ആ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ വീടുകളിൽ പോയി ഒന്ന് സന്ദർശിക്കാനെങ്കിലും ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ പറഞ്ഞോ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ധർമ്മേന്ദ്ര പ്രധാൻ ഹീസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ എന്തെങ്കിലും ഒരു വാക്കും ഉണ്ടിയോ? പോലീസ് എന്ത് രീതിയിലുള്ള നരയാട്ടം നടത്തിയ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, ഇന്ത്യയിലെ യൂത്തിനെയാണ് ഇങ്ങനെ പട്ടിയെ തല്ലും പോലെ ഇട്ട് തല്ലിയത്. ഒരു കാര്യം ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ യുവാക്കളെ ഇങ്ങനെയൊക്കെ തല്ലിച്ചതച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തല്ലി ഓടിച്ചാൽ സമരം അല്ലെങ്കിൽ എടുക്കുന്ന മാറ്റർ തീരുമെന്ന് 2012 നിർഭയ കേസുണ്ടായപ്പോൾ അവിടെ എത്തിയ യുവാക്കളെ മുഴുവൻ തല്ലിച്ചതച്ച ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും തല്ലിച്ചതച്ചു എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ കോസിന് വേണ്ടി, നിർഭയ പോലെ ഒരു കേസിന് വേണ്ടി രംഗത്തിറങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ, യുവാക്കളെ, യുവതികളെ വലിച്ചിഴച്ച് മർദ്ദിച്ചു കൊണ്ടുപോകുന്ന അന്നത്തെ UPA സർക്കാരിന്റെ നടപടി കണ്ടതാണ്. നമ്മുടെ ആർക്കൈവുകളിൽ ഇപ്പോഴും ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ബേസിൽ പാറേക്കുടി, ഇനി ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറരുത്. ബാക്കിയുള്ള ആരും മിണ്ടിപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാം. വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇടപെട്ടു എന്ന് വരും. വേറൊരു പണിയില്ലാതെ അർച്ചിക്കൊന്നിരിക്കുന്ന ആളല്ലേ ഞാൻ. പറയൂ. എന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ താങ്കൾ സംസാരിക്കാം. BJP മിണ്ടി പോരാ, അച്ഛനെ മിണ്ടിയില്ലോ, കമാൻഡർ മിണ്ടായിരുന്നു കേട്ടില്ലേ? അങ്ങനത്തെ അഭ്യാസം ഒന്നും വേണ്ട. ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞു 2010 ഉണ്ടായെന്ന് പറഞ്ഞു. എന്ത് വാസ്തവവിരുദ്ധം എന്ന് പറഞ്ഞേ? പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചു. എന്ത് വാസ്തവവിരുദ്ധം? പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചു. എന്ത് വാസ്തവവിരുദ്ധത്തിലുള്ള? അണ്ട് അവിടെ വന്നിരുന്ന വണ്ടി കല്ലുണ്ടായിരുന്നത്രേ, റോട്ടിൽ എത്ര വണ്ടി പോകും? സാമാന്യ ബോധമില്ലേ? അണ്ട് കല്ലുമായിട്ട് സമരത്തിൽ. അപ്പൊ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തേ.
ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഈ പറയുന്ന യൂത്തിനെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ദേ വിൽ അഗെയിൻ റേസ് ദെയർ വോയിസ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. യുവാക്കൾ മുന്നിട്ടിറങ്ങിയ സമരങ്ങൾ എന്നും വിജയത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. അതുപോലെ ഇന്ന് ഇന്ത്യയിലുള്ള ഇത്രയും വലിയ ലീക്കേജ് ആകുന്ന ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ടെലിഗ്രാം അങ്ങ് ബാൻ ചെയ്തു. ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഒരു യുവാക്കളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ശരിക്കും ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു അതായത് യൂത്ത് ആണ് നമ്മളുടെ ഭാവിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് വിചാരിക്കേണ്ട സമയത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു കളയുന്നതിൽ അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ സമരം നടത്തുന്നവർ നഷ്ടപരിഹാരം ഉൾപ്പെടെ പറയുമ്പോൾ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ, ഞാൻ വീണ്ടും ആദ്യം ചോദിക്കാം, നരേന്ദ്രമോദിയോ ധർമ്മേന്ദ്ര പ്രധാനോ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ഇത്ര നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ മരിച്ച കുട്ടികളുടെ കുടുംബത്തിൽ നിന്ന് പോയി കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ വ്യക്തമാണ് ഈ പറയുന്ന ലീക്കേജിന് എണ്ണം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 65 പേപ്പർ ലീക്കേജസ് 2019 മുതൽ 24 വരെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വൻകിട ലോബികൾക്ക് വേണ്ടിയിട്ട് ആ വൻകിട ലോബികൾക്ക് കോടികൾ വില പറഞ്ഞ് വിറ്റു BJP. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ഇന്ന് ഇന്ത്യയുടെ മണ്ണിലെ ഇന്ന് നമ്മളെല്ലാവരും കണ്ടു ആ സമരത്തെ പട്ടിയെ തല്ലും പോലെ തല്ലിച്ചതച്ചു ഇന്ത്യയിലെ യുവതയെ. ഇന്ത്യയിലെ യൂത്തിനെ ഇങ്ങനെ തല്ലിച്ചതച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയിലെ യൂത്തിനെ നമ്മൾ തല്ലിച്ചതക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ആ സമരത്തിലേക്ക് പോലീസ് വെള്ളത്തുണിയുമായിട്ട് ചെന്ന പോലീസിനെ പോലെ ഇന്ന് ഡൽഹിയിൽ ഇന്ന് നമ്മൾ കണ്ടത് തല്ലിച്ചതച്ചെങ്കിൽ യൂത്ത് ഒരുമിച്ച് ഒരു സിസ്റ്റത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ റോട്ടിയുടെ ഒരു വണ്ടി പോയി, ആ വണ്ടിയിൽ കല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് കല്ല് മാറ്റാണ് സമരത്തിന് വന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നല്ലോ, ഓട്ടോറിക്ഷയ്ക്കകത്ത് ഡീസൽ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കകത്ത് പെട്രോൾ ഉണ്ടായിരുന്നല്ലോ, ആ പെട്രോളും കൂടി കത്തിക്കാനാണോ വന്നത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകരുത്. വളരെ മോശമാണത്. ഇത്രയും സിവിയർ ആയിട്ടൊരു ഇഷ്യൂ നടക്കുമ്പോൾ ആ ഇഷ്യൂവിനെ നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പൊളിറ്റിക്കലായിട്ട് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരും പൊളിറ്റിക്കലാണ്. പക്ഷെ പൊളിറ്റിക്കലാണെന്ന് വെച്ചുകൊണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ള റിയാലിറ്റിയെ മറന്നുകൊണ്ട് പൊളിറ്റിക്സ് പറയരുത്. നിങ്ങൾ പറയുക ഒരു സമരത്തിന് അവിടെ കല്ലുകളുണ്ടായിരുന്നു, ഒരു വണ്ടിയിൽ കല്ലുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയുന്ന ആ വണ്ടി എന്താ ടോറസ് വണ്ടി, കല്ല് പോകുന്ന വണ്ടിയിൽ കല്ലല്ലാതെ പിന്നെ മാങ്ങ കയറ്റി വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ വണ്ടിയിൽ കല്ലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഓട്ടോറിക്ഷകളുണ്ടായിരുന്നു, ആ ഓട്ടോറിക്ഷകളുണ്ടായിരുന്ന പെട്രോൾ കത്തിക്കാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാൽ പ്രാക്ടീസ് കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പല നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പല രാഷ്ട്രീയപരമായിട്ടുള്ള പല ആശയങ്ങളുണ്ടാവും. ഇന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ അവിടെ ചെന്നു. എന്തുകൊണ്ടാണ് ചെന്നത്? ഈ പറയുന്ന പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഒരു ഹ്യൂമാനിറ്റി, നമ്മുടെ ഉള്ളിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. നമ്മളുടെ ഇന്ത്യയിലെ ചെറുപ്പക്കാര് ഓരോ ദിവസം ചിലർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക, മെന്റലി വലിയ സ്ട്രെസ്സിലേക്ക് അവർ തള്ളിവിട്ടുകൊണ്ടിരിക്കുക. ഇത്രയും വലിയ സിവിയറായിട്ട് ഇഷ്യൂ നടക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. ഒരു ഇൻഡിവിജ്വലായിട്ട് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരുമിച്ചാണ് ഇറങ്ങേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ ആ സമര പന്തലിൽ ചെന്നത്. എന്തുകൊണ്ടാണ് ചെന്നത്? രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പറയുന്ന ആശയം അവിടെ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടല്ല ചെന്നത്. ആ നടത്തുന്ന സമരത്തിന്റെ എന്ന് പറയുക സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഉൾപ്പെടെ ആ സമര പന്തലിൽ ചെന്നത്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അദ്ദേഹവും KSU യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്നാളാ. അങ്ങനെയുള്ളവർക്ക് അതിന്റെ വികാരം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ പറയുന്ന വിദ്യാർത്ഥി പക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വന്നവർക്ക് അതിന്റെ ആവശ്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നു. ശ്രീ ബേസിൽ പാറേക്കുടി, അങ്ങ് ടെലഗ്രാമിന്റെ കാര്യം പറഞ്ഞത് ആ പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരുന്നു ടെലഗ്രാം ബാൻ ചെയ്തത്. ആ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേനും ടെലഗ്രാം പുനഃസ്ഥാപിക്കുന്ന അവസ്ഥയുണ്ടായി. അത് സമരവുമായി ബന്ധപ്പെട്ടല്ല എന്നത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു കാര്യം അതല്ല ചെയ്യേണ്ടത്. മൈ വേർഷൻ ഈസ് അതല്ല ചെയ്യേണ്ടത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുകയല്ല ചെയ്യേണ്ടത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുകയല്ല ചെയ്യേണ്ടത്. അതാണ് എന്റെ ടെലഗ്രാം വഴിയാണ് ചോർന്നത്. ആ ചോർച്ച ഇനി ഉണ്ടാകരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തിന് പുറത്താണ് അത്തരത്തിൽ ബാൻ വന്നത്. പരീക്ഷ കഴിഞ്ഞതും ആ ബാൻ നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങ് ഈ സമരവുമായി അതിനെ ബന്ധിപ്പിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. BJP പ്രതിനിധി പറയുന്നതിന്റെയും ഞാൻ ആണായിട്ട് ഇവർ പറയുന്നതിന്റെ 10 ഒരു വാക്ക് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മിണ്ടുന്നുണ്ടോ?